നല്ല ചൂടാ. ഈ സോപ്പ് ഉപയോഗിച്ച് ഫസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതെ, നമ്മൾ സോപ്പ് വാങ്ങുമ്പോൾ സോപ്പിനുള്ളിലെ ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നോക്കി വേണം വാങ്ങാൻ. പലരും അത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഞാൻ ഒരു 35 വർഷം മുമ്പാണ് ഈ സോപ്പ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയത്. അന്ന് ഞാൻ പ്രധാനമായിട്ട് ചിന്തിച്ച ഒരു വിഷയം, ഇതിലെ ഒരു ഘടകമുണ്ട്, ടോട്ടൽ ഫാറ്റി മാറ്റർ എന്നുള്ളത്. അത് പലരും ശ്രദ്ധിക്കാറില്ല. എന്നാൽ നമ്മൾ സോപ്പ് വാങ്ങുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം വാങ്ങാൻ. അത് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിൻ്റെ ഗുണമേന്മ നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ ടോട്ടൽ ഫാറ്റി മാറ്റർ എന്നുള്ള ഘടകം 78% മുകളിലേക്കുള്ള ഏത് സോപ്പും വളരെ നല്ലതാണ്. അതാണ് നമ്മുടെ സ്കിന്നിന് വളരെ അനുയോജ്യമായിട്ടുള്ള സോപ്പ്. കോളേജ് പഠന കാലഘട്ടത്തിലാണ്. അന്ന് വീട്ടിൽ വനിത വാങ്ങിക്കുമായിരുന്നു, ഞങ്ങൾ വനിത വാങ്ങിക്കുകയാണ്. അല്ലെങ്കിൽ അടുത്തുള്ള വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ചേച്ചിമാരൊക്കെ അവർ ഷെയർ ഇട്ട്, അന്ന് നല്ല കോസ്റ്റ്ലി ആയിരുന്നു വനിതയ്ക്ക്. അപ്പോൾ അവർ ഇങ്ങനെ വനിത മേടിക്കുമായിരുന്നു. അപ്പോൾ അത് ഓരോ വീടുകളിലും മാറി മാറി വായിച്ചതിന് ശേഷം അത് സ്റ്റോർ ചെയ്ത് വെക്കുമായിരുന്നു. വനിത കളയത്തില്ലായിരുന്നു, കാരണം അത് നല്ലൊരു മാഗസിനാണല്ലോ. അപ്പോൾ അന്ന് ഞാനും ഈ വനിത വായിക്കുമായിരുന്നു. അപ്പോൾ വനിത വായിച്ചപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. അപ്പോൾ അന്നൊക്കെ കോളേജ് ജീവിത കാലഘട്ടം തീരാൻ തുടങ്ങിയായിരുന്നു, കത്തി നിന്നൊരു കാലമായിരുന്നു. അപ്പോൾ ആ കാലത്ത് എവിടെ നിന്നോ എൻ്റെ ഫേസിലേക്ക് ഈ ചുണങ്ങ് ഉണ്ടായി വന്നു. അപ്പോൾ അത് പലവിധ മരുന്നുകൾ ഞാൻ ആ കാലത്ത് അപ്ലൈ ചെയ്ത് നോക്കിയിരുന്നു. നിക്സോഡെം, പിന്നെ ഒരു ആയുർവേദ മരുന്ന്, ഒരു പച്ചില, പിന്നെ വൈറ്റ് ഫീൽഡ് ഓയിൽമെൻറ്റ്, പിന്നെ വേറൊരു ഫോട്ടോഗ്രാഫിയിലൊക്കെ ഉപയോഗിക്കുന്ന ഹൈപ്പോ എന്ന് പറയുന്നൊരു ഐറ്റം. ഇതെല്ലാം പരസ്യം ആൾക്കാർ പറഞ്ഞൊക്കെ കേട്ട് ഞാൻ ആ കാലത്ത് മുഖത്ത് ഉപയോഗിച്ചിരുന്നു. പക്ഷേ പേടിയായിരുന്നു. പക്ഷേ ഇതൊക്കെ ഉപയോഗിച്ചിട്ടും എൻ്റെ മുഖത്തെ ആ ചുണങ്ങ് പോയില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആണ് ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിത്തത്തിലേക്ക് പോയത്. അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിത്തത്തിലേക്ക് പോയി കഴിഞ്ഞപ്പം അവിടെ ഹൈജീനിക്ക് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഡെയിലി ഷേവ് ചെയ്യണം, കയ്യും നഖമൊക്കെ വെട്ടി നല്ല ക്ലീനാക്കി സെറ്റപ്പായിട്ട് നിൽക്കണം. അപ്പോൾ നല്ല ഹൈജീനിക്കായിരിക്കണം. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ടാസ്ക്കായി മാറി ആ ഒരു കാലഘട്ടം. പഠിത്തം കഴിഞ്ഞ് മറ്റ് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ അല്ലേ പോയി ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോസ്മെറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ, ഷേവ് ചെയ്യുന്ന സാധനങ്ങൾ, ബ്ലേഡ്, സോപ്പ്, കത്രിക, ഇതെല്ലാം ഒരു ആൺപിള്ളേരുടെ കയ്യിൽ എപ്പോഴും കരുതേണ്ട ഒരു വസ്തുക്കളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇത്തരം ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഹൈജീനിക്കായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ ഹോട്ടലിലുള്ള ക്യാപ്റ്റനും അവരൊക്കെ നമ്മളെ ഡെയിലി ചെക്ക് ചെയ്യും. ഡള്ളായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചിലപ്പോൾ നല്ല പണിഷ്മെൻറ്റൊക്കെ കിട്ടും എന്നായിരുന്നു ആ ഒരു കാലത്ത്. അങ്ങനെയായിരുന്നു. അപ്പോൾ ശരിക്കും നല്ലൊരു ഡിസിപ്ലിൻ പഠിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠനം എന്ന് പറയുന്നത്. വെറുതെ ഫുഡ് എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് സപ്ലൈ ചെയ്യുക, അതുണ്ടാക്കുക, അതൊന്നും മാത്രമല്ല. അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിലൊരു ഹൈജീനിക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖലയും കൂടിയാണത്. മരുന്ന് പലതും ഞാൻ പരീക്ഷിച്ച് നോക്കി, പക്ഷേ യാതൊരു കുറവും വന്നില്ല. പഠനം തീർന്ന് പലവിധ സ്ഥലങ്ങളിലേക്ക്, കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്യേണ്ട വന്നു. അപ്പോൾ ഈ ഐറ്റംസ് ഒന്നും നമുക്ക് ബാഗിനകത്തൊന്നും എപ്പോഴും കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. കാരണം ഒരു ലോഡ് സാധനങ്ങളൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അന്നേരം ഞാൻ ചിന്തിച്ചത്, നമുക്ക് എല്ലാത്തിനും ഉപകരിക്കുന്ന ഒരു സോപ്പ് വേണമെന്നാണ് ഞാൻ അന്ന് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു തീരുമാനത്തിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് നമ്മുടെ ഈ ഐറ്റം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹണിയാണ്. 1990 കാലഘട്ടം മുതലാണ് ഞാൻ ഈ സോപ്പ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയത്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടായിരുന്നു. ഞാനതുകൊണ്ട് കുളിക്കുക, ഷേവ് ചെയ്യുക,
ഒക്കെ ചെയ്തിരുന്നത് ആ ഒരു സോപ്പ് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാരുടെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് കുളിക്കാനൊക്കെ പോകുമ്പോൾ ഒത്തിരി സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പലവിധ സ്ഥലങ്ങളിൽ ജീവിക്കുമ്പോൾ നമുക്ക് കുളിക്കാനൊക്കെ കയറുമ്പോൾ സോപ്പും കണ്ണാടി ജീപ്പും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും പരിമിതമായ സമയത്തൊന്നും എടുത്തുകൊണ്ട് പോകാൻ നമുക്ക് പറ്റത്തില്ല. ആ ഒരു സാഹചര്യമല്ല. അപ്പോൾ നമുക്ക് ഒരൊറ്റ കാര്യം മാത്രമേ നമുക്ക് കുളിക്കാൻ കയറുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ ഒരു സോപ്പിലേക്ക് എത്തിയത്. എന്തായാലും ആ സോപ്പ് ഒറ്റ ഒരു സോപ്പ് കൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ കുളിക്കാനൊക്കെ കയറുമ്പോൾ അവർ ഷേവിങ് സെറ്റ്, കത്രിക, അതുപോലെ തന്നെ ബ്ലേഡ്, സോപ്പ്, ചീപ്പ് ഇങ്ങനെ എല്ലാ ഐറ്റംസുമായിട്ടാണ് ബാത്റൂമിലേക്ക് കയറുന്നത്. അപ്പോൾ കയറി കഴിഞ്ഞാൽ 1 മണിക്കൂറാണ് ടൈം പോകുന്നത്. അപ്പോൾ അത് അവർക്ക് അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഐഡിയയിൽ നിന്നാണ് ഞാൻ ഈ ഒരു സോപ്പിലേക്ക് എത്തിയത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഒറ്റ സോപ്പ് കൊണ്ട് കയറി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും. ഷേവിങ്ങും കുളിയും കട്ടിങ്ങും അതുപോലെ എല്ലാം ഒറ്റ സോപ്പയിലാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കുണ്ടായ നേട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ചുണങ്ങ് മുഖത്തെ പതുക്കെ അങ്ങ് മാറിപ്പോകാൻ തുടങ്ങി. അപ്പോൾ അത്ര നല്ലൊരു ബെനിഫിറ്റാണ് ഈ സോപ്പിന് എനിക്ക് കിട്ടിയിരുന്നത്. ഓറഞ്ച് ടർമറിക് മിക്സിലേക്ക് നമ്മൾ 2 സ്പൂണ് ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്രമേണ എൻ്റെ മുഖത്തെ ചുണങ്ങ് മാഞ്ഞു പോവുകയും എൻ്റെ സ്കിന്നിന് വളരെ ഗ്ലോ കിട്ടുകയും ചെയ്തു തുടങ്ങി. അപ്പോൾ നല്ല റിസൾട്ടായിരുന്നു എനിക്ക് ആ സോപ്പ് ഉപയോഗിച്ച് നേടാൻ കഴിഞ്ഞത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാനത് ആരോടും പറയാതിരിക്കുന്നത് മോശമല്ലേ. അതുകൊണ്ടാണ് കൂട്ടുകാരുമായിട്ട് ഈ ഒരു സോപ്പിൻ്റെ കാര്യം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് വേറെ സോപ്പൊന്നുമല്ല, നമ്മുടെ ജോൺസൺ ബേബി സോപ്പാണ്. 35 വർഷമായിട്ട് ഞാൻ ഈ സോപ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2005 എൻ്റെ വിവാഹം. 2005 വിവാഹം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഈ സോപ്പുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഈ വീട്ടിലേക്ക് വരികയും ജിജിയും ആ സോപ്പിൻ്റെ അഡിക്റ്റായി മാറി. ഇപ്പം എൻ്റെ മക്കൾക്ക് ഇപ്പോൾ 20 വയസ്സായി. അവരും ഇപ്പോൾ 20 വർഷമായിട്ട് ഈ ഒരു സോപ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ചിലപ്പോൾ ഇത് ജീവിതത്തിൽ പകർത്താൻ പറ്റിയല്ലായിരിക്കും. കാരണം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സോപ്പാണ്, എപ്പോഴും നമുക്ക് കരുതാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കിതിൻ്റെ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന പ്രോബ്ലംസൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഒറ്റ സോപ്പയിൽ കുളിയും കാര്യങ്ങളും എല്ലാം നടക്കും. അപ്പം വളരെ ഈസി ആയിട്ട് കാര്യം നടക്കുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരികയും ചെയ്യാം. അതാണ് ഒന്നാമത്തെ നേട്ടം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ആ സ്പെഷ്യൽ പൗഡറാണ്. ഇതാണ് നമ്മുടെ ആ സ്പെഷ്യൽ പൗഡർ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ എൻ്റെ നേരത്തെ വീഡിയോകളിലൊക്കെ കാണാൻ സാധിക്കും. മഞ്ഞളും മാധവിയും എന്നുള്ള ആ ഒരു വീഡിയോ കൂട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത്, എന്തൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ട് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് എടുത്തിരിക്കുന്നതാണ്. 7 വെയിൽ കൊണ്ട് ഉണക്കിയെടുത്ത് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. നല്ലൊരു സ്മെല്ലാണ് തുറക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇത് പരമാവധി 4-5 മാസത്തോളം കേടാകാതെ ഇങ്ങനെ ഇരിക്കും. മഴക്കാലം ആകുമ്പോഴത്തേനും ഇതിലേക്ക് പൂപ്പൽ വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ മാക്സിമം ഇത് ഉപയോഗിക്കണം. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ്, നമ്മൾ തുറന്ന് വെക്കുമ്പോൾ തന്നെ അതിന് അറിയാൻ സാധിക്കും. ഇതിൽ മറ്റ് കെമിക്കലുകളൊന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഓറഞ്ചും ടർമറിക്കും മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പം ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് ഹണി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയാകണമോ? മറക്കണ്ട ഈ ഗ്ലോയുടെ രഹസ്യം. അപ്പോൾ ഞാൻ എൻ്റെ 15ാമത്തെ വയസ്സിലാണ് ഈ ഒരു സോപ്പിൻ്റെ ഉപയോഗത്തിലേക്ക് എത്തിയത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരും നിങ്ങളുടെ മക്കൾക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുക, ചെറിയ പ്രായത്തിൽ തന്നെ ഇത് യൂസ് ചെയ്ത് തുടങ്ങുക ഈ സോപ്പ്. അപ്പോൾ അത് വളരെ നല്ലൊരു സോപ്പാണ്, നല്ല ഗുണമേന്മയുള്ള സോപ്പാണ്. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ പ്രത്യേകത കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോയിൽ ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ആകെ ചെയ്യുന്ന ഈ ഒരു സ്കിൻ കെയർ മാത്രമേ ഉള്ളൂ, കൂട്ടത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടോട്ട് ആഡ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ്. ഈ ഒലിവ് ഓയിലും വളരെ നല്ലൊരു ബെനിഫിറ്റുള്ള ഓയിലാണ്. അപ്പോൾ ഒലിവ് ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതും കൂടി നമ്മൾ 1 സ്പൂണ്
നമ്മുടെ ഈ പൗഡറിലേക്ക് ആഡ് ചെയ്യുക. ഏകദേശം 35-40 വർഷത്തോളം ഞാൻ ഈ ഒരു ജോൺസൺ ബേബി സോപ്പും ഓയിലും പൗഡറുമാണ് സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് നന്നായിട്ട് അനുഭവപ്പെട്ടു. കോവിഡ് കാലത്ത് ഒരുപാട് ഈ സോപ്പിനെ കുറിച്ച് വിമർശനങ്ങളൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിരുന്നു. ക്യാൻസർ ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും. അപ്പോൾ ആ ഒരു കാലത്ത് ഞാൻ അവരുടെ കമ്പനിയിലേക്ക് ഇമെയിൽ ചെയ്തു. ഞാൻ കേരളത്തിൽ ഇത്രയും വർഷമായിട്ട് ഈ സോപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണെന്നും അതിൻ്റെ ബെനിഫിറ്റ് വളരെ നല്ലതാണെന്നും പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് വളരെ നല്ലൊരു കമൻറ്റാണ് തന്നത്. ജോൺസൺ ബേബിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് മാനേജറാണ് എനിക്ക് കേരളത്തിലെ ഇത്രയും വർഷമായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നല്ലൊരു കമൻറ്റ് എനിക്ക് അവർ തന്നു. അത് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നല്ലൊരു താങ്ക്സും തന്നു, ഒരുപാട് ഗിഫ്റ്റുമൊക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു ആ കാലത്ത്. അപ്പോൾ അത് വലിയൊരു പ്രൗഡാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയത്. കാരണം എനിക്ക് തോന്നുന്ന കേരളത്തിൽ ഇത്രയും വർഷമായിട്ട് ഒരു സോപ്പ് ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സാധാരണ കാണുക ഇച്ചിരി പാടാണ്. അപ്പോൾ അതിൻ്റെ ഗുണം വളരെ വലുതാണ്. എൻ്റെ വീഡിയോകളിലൊക്കെ കൂട്ടുകാർക്ക് എൻ്റെ സ്കിൻ ടോൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ എനിക്ക് 52 വയസ്സ് പ്രായമായി, എങ്കിലും എൻ്റെ സ്കിന്നിൽ ചുളിവ് വീഴുകയോ മുടി നരയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യങ്ങൾ ഞാൻ പ്രാവർത്തികമാക്കിയിട്ട് വന്നുകൊണ്ടാണ് എനിക്ക് ആ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പോൾ കൂട്ടുകാരും നിങ്ങളുടെ കൊച്ചുമക്കൾക്കൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്യുക. ഈ സോപ്പ് ഇപ്പോൾ തൊട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും നല്ല ഒരു സ്കിൻ ടോൺ നിലനിർത്താൻ സാധിക്കും. നമ്മൾ വെളുത്തങ്ങ് തുടുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഇപ്പോൾ കറുത്തതോ വെളുത്തതോ ആയിക്കോട്ടെ, ആ ഒരു എന്താണ് നമ്മുടെ സ്കിന്നിനുള്ളത് അതങ്ങ് നിലനിർത്താൻ പറ്റും. അത് കളയാതെ നമുക്ക് നിലനിർത്താൻ പറ്റും. അതാണ് ഈ സോപ്പിൻ്റെ നേട്ടം. ഇനി നമ്മൾ ഇതിലേക്ക് പൗഡർ ചേർക്കുകയാണ്. നല്ലൊരു സുഗന്ധമുണ്ട്. നമുക്ക് നമ്മുടെ ഫേസിനെ നന്നായിട്ട് കവർ ചെയ്ത് വെക്കാൻ പരുവത്തിന് എത്ര എടുക്കാൻ പറ്റുമോ അത്ര എടുക്കുക. ഞാനിവിടെ ഒരു 2 സ്പൂണാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 2 സ്പൂൺ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം പാകമാകുന്നുണ്ടോ എന്ന് അറിയാമല്ലോ. അപ്പോൾ അതിനുശേഷം ബാക്കി നമുക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ ഈ ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നല്ലതാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് കെമിക്കലൊന്നും ചേരുന്നില്ല. അങ്ങനെയാണ് ഞാനിത് മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം ഇതിലേക്ക് നമ്മൾ ഓറഞ്ച് പൗഡറും ടർമറിക് എന്ന് പറയുമ്പോൾ ടർമറിക് പൗഡർ നമ്മുടെ മുറ്റത്തുണ്ടായ മഞ്ഞൾ ഉണക്കി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. കൂട്ടുകാർക്ക് കാണണമെങ്കിൽ അതൊക്കെ കണ്ടെടുക്കാം. അവിടെയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഒരുപാട് ലെങ്ത് ആകുന്നതുകൊണ്ട് നമ്മൾ ഇത്രയും ഇവിടെ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇത് കുറച്ചും കൂടി നന്നായിട്ട് കുഴമ്പ് പരുവത്തിലാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത്. അതിലേക്ക് ഇനി നമുക്ക് ഫൈനലായിട്ട് മറ്റൊരു ഓയിലും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ യാതൊരുവിധ പാർശ്വഫലങ്ങളോ അധികം കെമിക്കലുകളോ ചേരാത്ത ഐറ്റംസാണ്. ഹണിയുണ്ട്, ഒലിവ് ഓയിലുണ്ട്, ടർമറിക്കുണ്ട്, ഓറഞ്ചുണ്ട്. ഇത് തമ്മിൽ പൊടിച്ചെടുത്ത പൗഡറാണിത്. അപ്പോൾ അത് ഇതിനകത്തൊന്നും കെമിക്കൽ ഒട്ടും തന്നെ വരുന്നില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് ബേബി ഓയിലാണ്. അപ്പോൾ ഇതും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഇത് 3 എണ്ണം കൂട്ടുകാർക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഓരോന്ന് മാത്രം ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് ഈ പൗഡർ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ 3 ഐറ്റവും ചേർത്താണ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് നേരെ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് അരമണിക്കൂർ ഉണങ്ങാൻ വെച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് മിക്സാകാൻ ആവശ്യാനുസരണം നമുക്ക് ഈ എടുത്തിരിക്കുന്ന ഐറ്റംസ് 1 സ്പൂണോ 2 സ്പൂണോ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് ഒന്ന് കുഴമ്പ് പരുവത്തിൽ വന്ന് കിട്ടിയാൽ മതി. നമുക്ക് കൂടുതലെടുത്തെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ സ്കിന്നിന് യാതൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിപ്പം ആ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്നും എടുക്കാൻ സാധിക്കാത്തവർക്ക് ഒരു സ്പൂണ് നല്ല പച്ചവെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊന്നും നമുക്ക് ഏത് നേരത്തൊന്നും വീട്ടിൽ ചിലപ്പോൾ ഹണിയും ഒലിവ് ഓയിലും ജോൺസൻ്റെ ബേബി ഓയിലൊന്നും കിട്ടാതെ വരുമ്പോൾ നമുക്ക് സ്പൂണിൽ 2-3 സ്പൂണ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാനും സാധിക്കും. അപ്പോൾ ഇനി ഇത് നേരെ എൻ്റെ ഫേസിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. കണ്ടോ, ഇതിങ്ങനെ ഒരു അരമണിക്കൂർ വെക്കുക. അപ്പം മുഖത്തിന് നല്ല കൂളിങ്ങാണ്, നല്ലൊരു സുഖമാണ് കിട്ടുന്നത്. അപ്പോൾ കെമിക്കലൊന്നും ചേരാത്തതുകൊണ്ട് നമുക്കിത് വളരെ നല്ലതുമാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് 1 മണിക്കൂർ നേരം റെസ്റ്റ് എടുക്കുക. അപ്പോൾ നല്ല തണുത്ത് നല്ല കൂളാകും. അതിന് ശേഷമുള്ള റിസൾട്ട് നമുക്ക് കാണാം. വെയിറ്റ് ആൻഡ് സീ. നല്ല പുത്തൻ കൂറ്റി പിള്ളേരുടെ മുമ്പിലല്ലേ നമ്മളങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടാരും ബാഡ് കമൻ്റ് ഒന്നും അടിക്കേണ്ട. ആവശ്യമുള്ളവർ മാത്രം കാണുക, ആവശ്യമുള്ളവർ മാത്രം യൂസ് ചെയ്യുക. കെമിക്കലൊന്നും ചേരാത്തതാണ്. അപ്പം വലിയ ബാഡ് കമൻ്റ് ഒന്നും അടിക്കേണ്ട. തിന്നാൻ മേലായിരുന്നു, ഇതുകൊണ്ട് തിന്നു കഴിഞ്ഞാൽ ഗുണമുണ്ടായില്ല, അങ്ങനെ ഒരുപാട് കമൻറ്റുകളൊക്കെ ഇത്തരം വീഡിയോകൾക്ക് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട. അത്തരം കില്ല കമൻറ്റുകളൊന്നും ആയിട്ടും എൻ്റെ ചാനലിലേക്ക് ആരും കാണണ്ട. ആവശ്യമുള്ളവർ മാത്രം കാണുക, ആവശ്യമുള്ളവർ മാത്രം ഉപയോഗിക്കുക. ഇല്ലാത്തവർ വണ്ടി വിട്ടു പോവുക. ഓക്കെ. നല്ല പുത്തൻ കൂറ്റി പിള്ളേരുടെ മുമ്പിലല്ലേ നമ്മളങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇന്നൊന്ന് ഫേഷ്യൽ ചെയ്തു. ഇപ്പം ഞാൻ ഇലക്ഷന് പോകാൻ തുടങ്ങാം. അപ്പോൾ നല്ല ഗ്ലോ അല്ലേ. അപ്പോൾ സിനിമാ താരങ്ങൾക്ക് മാത്രമല്ല ഈ ഗ്ലോ ഒക്കെ ഉണ്ടാകുന്നത്, നമ്മുടെ നാട്ടും പുറത്തും കാര്യം ഇപ്പോൾ ഉണ്ടാവുകയും